ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 17:3 ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രിയമുള്ളവരെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തെ അറിയണം. രണ്ട്, യേശു ക്രിസ്തുവിനെ അറിയണം. അപ്പോഴാണ് നമ്മൾ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചെറിയ കാലങ്ങളിൽ ചെറിയ വേദവേദത്തിൽ പറയുന്നുണ്ട്, ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടെ പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ എന്താ പറയുക, ദൈവത്തെ അറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മിസ്റ്റർ ജെറോം പറയുന്നുണ്ട്, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് വചനം അറിയാം, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവിക സംഭവങ്ങളും ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുക എന്നതാണ് ദൈവത്തെ അറിയുക എന്നാണ്. ദൈവത്തെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനം അറിയത്തില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഹോസിയ 4:6 പറയുന്നു, അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അതായത് അറിവില്ലായ്മയാണ് ജനം നശിക്കാനുള്ള ഒരു കാരണം, ആണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത. അതാണ് മർക്കോസ് 12:24 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പോലും പഴയ തെറ്റിൻ്റെയും പാവത്തിലേക്ക് പോകുന്നതിൻ്റെയും കാരണം വചനം അറിയത്തില്ലാത്തതാണ്. ദൈവത്തെക്കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അപ്പോൾ ഈ വചനം അറിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അതായത് സങ്കീർത്തനം 119:105 പറയുന്ന, അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ്. അപ്പോൾ വചനം നമ്മളെ വഴി നടത്തുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് വചനത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും വചനം പഠിക്കുവാനും വചനം വായിക്കുവാനും, ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോഴും വചനത്തിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളിൽ നിറയുന്നു. അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വചനം വായിക്കുവാനും. വെളിപാട് 1:3 പറയുന്നു, ഈ ഗ്രന്ഥത്തിലെ വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട്, അതായത് വചനം വായിച്ച് ദൈവത്തിനെ അറിയുവാനും, അപ്പസ്തോലപ്രവർത്തനം 17:30 പറയുന്നു, ദൈവം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കണക്കിലെടുക്കുന്നില്ല, ഇതെല്ലാവരും പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് കാണിച്ച അജ്ഞതയെ പശ്ചാത്തപിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. കർത്താവെ, കരുണയായിരിക്കണമേ. കൂടുതൽ തീക്ഷ്ണതയോടെ വചനം വായിക്കുവാനും ദൈവത്തെ അറിയുവാനും യേശുവിനെ അറിയുവാനും അങ്ങനെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എല്ലാ അപകടത്തിൽ നിന്നും, അപകടങ്ങളും സാത്താൻ്റെ എല്ലാ കെണികളും നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരത്വത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും നമ്മുടെ പേരിന് കാരണം പുത്രനായ വിശുദ്ധരുടെയും മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.